ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ബോട്ടിൽ കമ്പനി ടാസ്ക് ആണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന്റെ അടുത്ത് ബോട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ഇപ്പൊ ലൈവിൽ നടന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വമ്പൻ ഫൈറ്റിലേക്കാണ് അത് നീങ്ങിയിരിക്കുന്നത്. ജിഷിനും അനുമോളും കറക്റ്റ് ക്യാരക്ടർ പിടിച്ചിട്ടാണ് ചെയ്തത്. പ്രത്യേകിച്ച് ജിഷിൻ ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ആ ഒരു കറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് കാണിച്ചു. അനീഷിനെ ആദ്യം തന്നെ ജിഷിൻ ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം തലയിലിടുന്ന ആ ഒരു ഹെയർ ക്യാപ്പ് എടുത്തു വെച്ചിട്ടാണ് ബോട്ടില് കൊണ്ടുവന്ന ആ ഒരു ചാക്ക് അനീഷ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ അത് കണ്ടതേ ജിഷിൻ എത്തിയുണ്ട്. ഹൈജീൻ നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. ഇത് സാമ്പിൾ ബോട്ടിൽ എവിടെ എന്ന് ചോദിച്ച് ഫയർ ചെയ്യുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് 11 എണ്ണം ആദ്യം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ഒരെണ്ണം ഇത്തിരി ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് 10 എണ്ണവുമായിട്ടാണ് അനീഷ് ആ ഒരു മൈജി കോർണറിലേക്ക് പോകുന്നത്, ഈ ഒരു ക്വാളിറ്റി ടെസ്റ്റേഴ്സിന്റെ അടുത്തേക്ക്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, അനീഷ് വളരെ പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ. നെവിൻ നല്ലപോലെ സമയം എടുത്തിട്ടാണ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഇൻസ്പെക്ടേഴ്സ് അതും ഇതൊക്കെ പറഞ്ഞ് അനീഷിനെ റിജക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. 10 8 ലെമൺ ജ്യൂസ് ബോട്ടിലുകളും റിജക്ട് ചെയ്യുന്നുണ്ട്. മുടിയുണ്ട്, കറുത്ത കല്ലുണ്ട്, ലീക്ക് ആവുന്നുണ്ട്, ഒട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 8 ബോട്ടിൽസ് ഇവര് റിജക്ട് ചെയ്യുന്നു. അനീഷിനോട് കാണിച്ചത് അനീതിയൊക്കെ തന്നെയാണ്. കാരണം 10 ബോട്ടിൽ നിന്ന് എങ്ങനെയാണ് 2 എണ്ണം മാത്രം ഒരു പ്രശ്നവും എന്ന് പറയാൻ പറ്റുന്നത്? എന്നാ പിന്നെ ഫുൾ അങ്ങ് റിജക്ട് അടിച്ച് വിട്ടുകൂടായിരുന്നു. ഇതൊരുമാതിരി മറ്റേ പരിപാടിയായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. 10ൽ 5 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം ഒക്കെ റിജക്ട് ആവുന്നത് ഓക്കെ, അതിനൊരു റിയലിസ്റ്റിക് സ്വഭാവമുണ്ട്. ഇതിപ്പോ 8 എണ്ണം റിജക്ട് ആക്കുക എന്ന് പറയുമ്പോൾ ഒരുമാതിരി ബൂർഷ പരിപാടിയായി പോയി. ഇത് കഴിഞ്ഞിട്ട് നെവിന്റെ ജ്യൂസ് ഇവര് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആര്യനെ അലമ്പുണ്ടാക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും തന്നെ അലമ്പുണ്ടാക്കുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ട് ആര്യനായിട്ട് മാത്രം കുറ്റം പറയുന്നില്ല. ഫുൾ ബഹളമായിരുന്നു ലൈവിനകത്ത്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. വിന്നി, ആര്യൻ ഇവർ രണ്ടുപേരും റിജക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാസ്കറ്റിൽ നിന്നും ജ്യൂസ് എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട ജ്യൂസാണ്, നിങ്ങൾക്ക് കുടിക്കാനുള്ളതല്ല എന്ന്. എന്തൊരവസ്ഥയാണെന്ന് ഓർത്തോണേ. ജ്യൂസ് അവിടെ ടാസ്കിനായിട്ട് വേണ്ടി കൊടുത്തിരിക്കുന്ന ജ്യൂസാണ്. അത് കുടിച്ച് അവിടെ എല്ലാവരും അർമാദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു സൈഡിൽ. എന്തായാലും ഈ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് വമ്പൻ വഴക്ക് തന്നെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നെവിന്റെ എത്ര എണ്ണം റിജക്ട് ചെയ്തു എന്നൊന്നും അറിയില്ല. ഈ കാണുന്ന ഇത്രയും റിജക്ട് ചെയ്തത് 3-4 എണ്ണമാണെന്ന് തോന്നുന്നു റിജക്ട് ചെയ്തത്. അനീഷ് അവിടെ തന്നെ നിന്ന് ജിഷിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആര്യൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നു. പിന്നെ അക്ബറും അഭിലാഷും നെവിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ കുറെ കൂട്ടം കൂടി നിന്ന് ഫുൾ വഴക്കാണ്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് കേട്ടോ. എന്തായാലും റീവാലുവേറ്റ് ചെയ്യുമെന്നൊക്കെ ജിഷൻ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരെയും വീണ്ടും പുനർപരിശോധിക്കുന്ന റെഡിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും